നമ്മൾ കാണുന്നത് രാജ്ഭവന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിചേരാനായി എത്തിയിരിക്കുന്നു. അവർ അതിന്റെ ട്രയലിന്റെ ഭാഗമാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ പങ്കാളിത്തം, ജനപങ്കാളിത്തം നമുക്ക് പലയിടങ്ങളിലും കാണാൻ കഴിയും. വി വിനോദാണ് തിരുവനന്തപുരത്തുള്ളത്. രാജ്ഭവന് മുന്നിൽ വലിയ തോതിൽ ആളുകളുടെ കൂട്ടമുണ്ട്. വിനോദ്, എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതൊക്കെ പ്രമുഖർ എത്തിയിട്ടുണ്ട്? അവസാന കണ്ണിയാകുന്നത് ഇ പി ജയരാജനാണ്. മറ്റാരൊക്കെയാണ് പങ്കെടുക്കുന്നത്? വിവരങ്ങൾ എന്താണ്? രേണുക, ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങല അതിന്റെ ട്രയൽ ആണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ മനുഷ്യച്ചങ്ങല ആരംഭിക്കും. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭവുമായി ഇത് മാറിയിരിക്കുന്നു. സംസ്ഥാന തലത്തിൽ, അതായത് തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നിന്ന് കാസർഗോഡ് വരെ, കാസർഗോഡ് ആദ്യ കണ്ണിയായി അവിടെ എ റഹീമാണ് ചേരുന്നത്. രാജ്ഭവന് മുന്നിൽ ഇ പി ജയരാജൻ, അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, ഇടതുമുന്നണി കൺവീനറാണ്. ഇവിടെ അവസാന കണ്ണിയായി ചേരുന്നത് എം എ ബേബി, എം വി ഗോവിന്ദൻ തുടങ്ങി, എം എ ബേബി, ഇ പി ജയരാജൻ, SRP തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ, കുനിയക്കോട് കൃഷ്ണൻ നായർ, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 3 വിഷയങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഉയർത്തുന്നത്. 3 വിഷയങ്ങളാണ്. അതിൽ തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തികമായി വലിയ തോതിൽ ഞെരുക്കുന്നു. റെയിൽവേയോടുള്ള അവഗണന, യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ യുവാക്കളോട് കാണിക്കുന്ന അനീതി. ഈ 1ാം മോഡി സർക്കാരും 2ാം മോഡി സർക്കാരും ഒട്ടനവധി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് പറയുന്നെങ്കിലും ആ തരത്തിൽ പോകുന്നില്ല. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കണക്കുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് കേരളമാണ് ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ PSC വഴിയുള്ള നിയമനങ്ങൾ നടത്തിയ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. അവിടെയാണ് കേന്ദ്രം കേരളത്തിലെ യുവാക്കളോട് അനീതി കാണിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ആരോപണം ഉയരുന്നത്. അതിന്റെ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ആനാവൂർ നാഗപ്പൻ, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സമാദരണീയരായ ഒട്ടേറെ നേതാക്കന്മാർ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവുകയാണ്. എല്ലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാവുകയാണ്. വേദിയിലേക്ക് മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നതിന് വേണ്ടി എത്തിയ നേതാക്കന്മാരെ, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ മേഖലയിലായാലും ശരി, അവഗണനയുടെ പാരമ്യത്തിലെത്തിയപ്പോഴാണ് ഇനിയും സഹിക്കാനാവില്ല എന്ന ഈ മുദ്രാവാക്യം ജോൺ ബ്രിട്ടാസ് MP നമുക്കൊപ്പം ചേരുന്നു. വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. റെയിൽവേയിലെ അവഗണന, സാമ്പത്തികമായ ഞെരുക്കം, യുവാക്കളോടുള്ള അനീതി, ഏത് തരത്തിലാണ് ഇന്നത്തെ സമരം പ്രതിഫലിക്കുന്നത്? കേരളത്തിനെ സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഞെരിച്ചമർത്തുന്ന കേന്ദ്ര നയത്തിനെതിരെയുള്ള രോഷമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. ഇവിടെയുള്ള റെയിൽവേ പ്രോജക്റ്റുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ 25, 30, 40 വർഷം പഴക്കമുള്ള പ്രോജക്റ്റുകൾ പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബജറ്റിൽ അവതരിപ്പിച്ചിട്ട് തന്നെ 40 വർഷമായി. ഇതാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന്റെ അവസ്ഥ. അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾ ഗണ്യമായിട്ട് കുറയുകയാണ്. അതുപോലെ ഗവർണറെ ഉപയോഗിച്ച് ഗവൺമെന്റിനെതിരെ അതിശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും